ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 14. റൂമിൽ കണ്ട കാഴ്ചയിൽ തന്റെ ദേഹം തളരുന്നതായി ഗൗരിക്ക് തോന്നി. വിനായകും ഒരു പെണ്ണും പരസ്പരം പുണർന്ന് ഒരു ചുംബനത്തിൽ ലയിച്ച് കട്ടിലിൽ കിടക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ കയ്യിൽ എല്ലാവിധ വൃത്തികെട്ട സ്വഭാവങ്ങളും ഉണ്ടെന്നറിഞ്ഞും കല്യാണത്തിന് സമ്മതിച്ചത് ഗീതുവിനെയും വ്യാസിനെയും ഓർത്താണ്. താൻ കാരണം അവൾ അകലെടുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഒപ്പം അച്ഛമ്മയെ അപ്പച്ചിയും ഭർത്താവും അപകടപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന ഭയവും. എന്നാൽ കല്യാണ തലേന്നു പോലും പരസ്ത്രീ ബന്ധം തുടരുന്ന ഒരുവന്റെ ഒപ്പമുള്ള തന്റെ മുന്നോട്ടുള്ള ജീവിതം ഓർത്തതും അവളെ ഹൃദയം പിടഞ്ഞു. അറപ്പു തോന്നിയതും കണ്ണുകൾ ഇറുക്കി അടച്ച് തിരിഞ്ഞതും കണ്ടു കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന വ്യാസിനെ. അവൾക്ക് അത്ഭുതമായിരുന്നു. ഈ രാത്രി വ്യാസ് എന്തിന് അവിടെ വന്നു എന്നാലോചിച്ച് ഗൗരി എന്തോ പറയാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തി കരണം പുകച്ച് ഒന്ന് കൊടുത്തിരുന്നു അവൻ. ഇവനാണല്ലേടി നന്നായത്, ഇവനെയാണല്ലേ നീ പ്രേമിക്കുന്നത്. നീ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നീ അത് പറയില്ല എന്ന് എനിക്കറിയാം. നീ മനസ്സുകൊണ്ട് അവനെ പോലുള്ള ഒരു ആഭാസനെ കല്യാണം കഴിക്കാൻ എന്തായാലും സമ്മതിക്കില്ല. അതിനു പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ടാവും. അതെന്ത് തന്നെ ആയാലും ഇപ്പോ ഈ നിമിഷം നിനക്ക് തീരുമാനിക്കാം. സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം നിന്നെ കെട്ടാൻ നിൽക്കുന്ന ആ അലവലാതിയെ നാളെ കല്യാണം കഴിക്കണോ, അതോ ഇപ്പോ എനിക്കും ഗീതുവിനൊപ്പം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുന്നോ എന്ന്. വ്യാസ് പറഞ്ഞതും അവൾ ഞെട്ടി. എന്നാൽ അടുത്ത നിമിഷം ഇല്ലെന്ന പോലെ അവൾ തലയാട്ടി. ഞാൻ വരില്ല വ്യാസ്, വന്നാൽ നഷ്ടങ്ങൾ പലതും ഉണ്ടാകും. അവൾ പറഞ്ഞതും വ്യാസിന് ദേഷ്യം കൂടി. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. വേണ്ടടി, നീ വരണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൻ എഴുന്നേറ്റ് നിന്നാലല്ലേ നാളെ കല്യാണം നടക്കൂ. ശരിയാക്കി തരാൻ ഞാൻ. അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ ആഞ്ഞവനെ അവൾ തടഞ്ഞു നിർത്തി. ഈ സമയം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആളുകൾ ആദ്യം ചോദിക്കുക ഈ സമയം വ്യാസ് എന്തിനിവിടെ വന്നു എന്നാവും. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗത്യന്തരമില്ലാതെ ഗൗരി അച്ഛമ്മയുടെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്ന് വ്യാസിനോട് പറഞ്ഞു. എന്നാൽ മറ്റൊരു കാരണം അവൾ അവനിൽ നിന്നും മറച്ചുവെച്ചു. കാര്യം അറിഞ്ഞതും തങ്ങൾ പോയതിന് തൊട്ടു പിന്നാലെ അച്ഛമ്മ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തന്റെ കൂട്ടുകാരെ വ്യാസ് ഏർപ്പാടാക്കി. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ഗീതുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾക്ക് പക്ഷേ പേടിയായിരുന്നു. കല്യാണം മുടങ്ങിയാൽ അത് അവളുടെയും വ്യാസിന്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന്. പക്ഷേ അവനോട് എതിർത്ത് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ വേഗം റെഡിയായി. അവർ 3 പേരും ആ രാത്രി ആരും അറിയാതെ ആ വീട് വിട്ടിറങ്ങി. ഞങ്ങളാരും നാട്ടിലില്ലാത്തതിനാൽ നീയും അവരും ഹൈദരാബാദിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. ഒളിച്ചു താമസിക്കാൻ നിനക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നും അവയുടെ മുന്നിൽ ചെന്ന് പെടരുതെന്നും അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചു. ഗീതുവിന്റെയും നിന്റെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഗൗരിയും നിന്റെ കൂട്ടുകാരും മാത്രമായിരുന്നു സാക്ഷികൾ. വളരെ സന്തോഷത്തിലായിരുന്നു നീ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോഴൊക്കെ നീ പറഞ്ഞിരുന്ന ഒരേ ഒരു സങ്കടം ഗീതുവിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി പറഞ്ഞായിരുന്നു. സ്വന്തം അനിയത്തിയായ ഗൗരി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. ആകെ ഒരു പേടിയും എന്തൊക്കെയോ നിന്നിൽ നിന്നും ഒളിപ്പിക്കാനുള്ള ശ്രമവുമായി തോന്നുന്നു എന്ന് പലപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞ് നീയും ഗീതുവും പലപ്പോഴും വഴക്കിട്ടു. ഗീതുവിന്റെ മാറ്റം മനസ്സിലാക്കിയ പോലെ ഗൗരി ഹോസ്റ്റലിലേക്ക് മാറുവാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഏറ്റവും സങ്കടത്തിലാക്കിയത് നിന്നെ തന്നെയായിരുന്നു. കാരണം ഗീതു നിനക്ക് പ്രണയം മാത്രമായിരുന്നു. എന്നാൽ ഗൗരി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. നിന്റെ മനസ്സ്
കൂടുതൽ അറിയുന്നവൾ, നിന്റെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുന്നവൾ. നിങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടിങ് തന്നെയായിരുന്നു. രണ്ടു പേർക്കിടയിൽ കിടന്ന് നീ വിഷമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം ഗൗരി താമസം മാറിയത്. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈമായി ജോലിയും ചെയ്തു. ഗൗരി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു. ആ വേർപാട് നിനക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്തിന്, നിന്നോട് സംസാരിക്കുന്നത് പോലും അവൾ അവസാനിപ്പിച്ചു. പൂർണമായും നിന്നെയും ഗീതുവിനെയും അവൾ അവഗണിച്ചു. ഗൗരിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ ആവുന്നത് നീ ഗീതുവിനോട് പറഞ്ഞെങ്കിലും അവൾ അത് സമ്മതിച്ചതേയില്ല. ഒരു ദിവസം അതേ ചൊല്ലി വഴക്കിട്ട് ഗൗരിയെ തിരികെ വിളിക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ നീ വണ്ടിയുടെ കീ എടുക്കാൻ തിരിച്ചു കയറിയപ്പോൾ കണ്ടത് ബോധം മറിഞ്ഞ് കിടക്കുന്ന ഗീതുവിനെയാണ്. നീ ഒരു അച്ഛനാകാൻ പോകുന്നു എന്നുള്ള വിവരം ഞങ്ങളെ വിളിച്ചു പറയുമ്പോഴുള്ള നിന്റെ സന്തോഷം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ ഗീതുവിനെ കാണാൻ വന്ന ഗൗരിയോട് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത് എന്ന് ഗീതു കർക്കശമായി പറഞ്ഞു. ചെന്നാൽ പിന്നെ ഗീതു നിന്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നും. അച്ഛനും അമ്മയും മരിച്ചിട്ട് പോലും ഗൗരി വാ വിട്ട് കരഞ്ഞിരുന്നില്ല. എന്നാൽ സ്വന്തം കൂടപ്പിറപ്പ് തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ പൂർണമായും തകർന്നു. തന്റെ ചോരയെ ഉദരത്തിൽ ചുമക്കുന്നവളെ തള്ളിപ്പറയാൻ സാധിക്കാത്തതിനാൽ അവളുടെ വാശിക്ക് മുന്നിൽ നീയും മുട്ടുകുത്തി. നിന്റെ വാക്ക് കേട്ട് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളെ നീ വഴിയിൽ ഉപേക്ഷിച്ചു. അത് നിന്നിലുണ്ടാക്കിയ കുറ്റബോധം വളരെ വലുതായിരുന്നു. ഒപ്പം ഗീതുവിന്റെ സ്വഭാവത്തിൽ ഉണ്ടായ മാറ്റം ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റിയിരുന്നില്ല. എന്നാൽ കുഞ്ഞിനെ ഓർത്ത് നീയെല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നു. പിന്നീട് ഗൗരി നിങ്ങളെ തേടി വന്നില്ല. കുറ്റബോധം കൊണ്ടോ എന്തോ പൂർണമായും അവളെ ഉപേക്ഷിക്കാൻ നിനക്കായില്ല. ഗീതുവും ഗൗരിയും അറിയാതെ ഗൗരിക്കൊരു നിഴല് പോലെ കൂടെ നിന്നു. അവളെ പലപ്പോഴും മറ്റുള്ളവർ മുഖേന സഹായിച്ചു. ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്ന് ഓടിപ്പോയി. ഗീതു കണ്ണനെ പ്രസവിച്ചു. ഗൗരി പോയ പിന്നെ ഗീതു നിന്നോട് വഴക്ക് കൂടിയിരുന്നില്ല. സന്തോഷം തന്നെയായിരുന്നു എപ്പോഴും. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന ദിവസം ഗീതു വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. കാരണം നീ ഒരുപാട് ചോദിച്ചിട്ടും അവൾ പറഞ്ഞില്ല. വീട്ടിലെത്തി ഒരാഴ്ച ഗീതു നിന്നോട് അധികം സംസാരിച്ചു പോലുമില്ല. ഒരു ദിവസം അവൾ പണ്ടത്തെ പോലെ നല്ല സന്തോഷത്തിലായിരുന്നു. ഗൗരിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിന്നോട് അവൾ ആവശ്യപ്പെട്ടു. അവളുടെ മാറ്റം നിനക്കും ഒരുപാട് സന്തോഷം. ഞങ്ങൾ കണ്ണനെ കാണാൻ നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് ഈ വിവരം നീ എന്നെ വിളിച്ച് പറഞ്ഞത്. ഗീതു വിളിച്ചെന്നറിഞ്ഞതും ഗൗരി സന്തോഷത്തോടെ കണ്ണനെ കാണുവാൻ വന്നു. അന്നു മുഴുവൻ അവൾ നിങ്ങൾക്കൊപ്പം ചിലവഴിച്ചു. ഇനി അവർക്കൊപ്പം നിന്നാൽ മതി എന്ന് നീ പറഞ്ഞെങ്കിലും അത് വേണ്ട, ഇടയ്ക്ക് വന്നു പോകാം എന്ന് ഗൗരി ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് രാത്രി അവളെ തിരിച്ച് ഹോസ്റ്റലിലാക്കാൻ വേണ്ടിപ്പോയ നിങ്ങൾ 3 പേരും സഞ്ചരിച്ചിരുന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. അല്ല, ലോറി കൊണ്ടിടിച്ച് കൊക്കയിലേക്ക് വീഴ്ത്തുകയായിരുന്നു. ഗീതുവിനെയും ഗൗരിയെയും ഒരുമിച്ച് കൊന്ന് അവരുടെ സ്വത്ത് കൈക്കലാക്കുവാൻ വേണ്ടി രാജേന്ദ്രനും മകൻ വിനായകനുമായിരുന്നു ആ ആക്സിഡന്റിന് പിറകിൽ. എന്നാൽ അവരുടെ പ്ലാനിംഗ് തെറ്റിച്ച് കണ്ണനെയും കൊണ്ട് പിന്നിലിരുന്നിരുന്ന ഗൗരി ആദ്യം പുറത്തേക്ക് ചാടി. അതുകൊണ്ട് അവർക്കധികം പരിക്ക് പറ്റിയില്ല. പിന്നെ വീണത് നീയായിരുന്നു. നിന്റെ തല കല്ലിലിടിച്ച് നിന്റെ ബോധം പൂർണ്ണമായി മറഞ്ഞു. ഗീതു ചാടും മുന്നേ പെട്രോൾ ലീക്കായി ആ കാർ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. പലയിടത്തും മുറിവ് പറ്റിയിട്ടും ഗൗരി കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു. വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് നോക്കി അവൾ കണ്ടത് മുന്നിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാറാണ്. നീയും ഗീതുവും മരിച്ചെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. ലോറിയിൽ നിന്നും ഇറങ്ങി കാറിനടുത്തേക്ക് വരുന്ന രാജേന്ദ്രനെയും വിനായകനെയും കണ്ടതും ഒന്ന് കരയുക പോലും ചെയ്യാതെ തന്റെ സങ്കടം കടിച്ചമർത്തി അവൾ കണ്ണനെയും കൊണ്ട് തിരിഞ്ഞോടി. അവളുടെ മനസ്സ് നിറയെ കണ്ണൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ദൂരം ഓടി അവൾ തളർന്നു വീണു. നാട്ടിലെത്തിയ ഞങ്ങൾ നിന്നെപ്പറ്റി ഒരു വിവരവുമില്ലാതെ ഒരുപാട് വിഷമിച്ചു. 5 ദിവസത്തിന് ശേഷം പത്രത്തിൽ വന്നൊരു വാർത്ത കണ്ട് ഞങ്ങൾ ഞെട്ടി.
അതിൽ നിന്റെ ഫോട്ടോയും ഒരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. ആക്സിഡന്റിൽ ഓർമ്മ നഷ്ടപ്പെട്ട വ്യക്തിയെ അറിയുന്നവർ ബന്ധപ്പെടുക, പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്രസ്സും. പാഞ്ഞു വന്ന ഞാൻ കാണുന്നത് സ്വന്തം പേര് പോലും മറന്ന് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന നിന്നെയായിരുന്നു വ്യാസ്. അവിടെ വെച്ച് പലപ്പോഴും നീ സ്വയം എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിനക്ക് വല്ലാത്ത തലവേദന വന്നിരുന്നു. ആ സമയം നിനക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് എന്റെ ശ്രദ്ധ വാതിൽക്കൽ നിറകണ്ണുകളോടെ കയ്യിൽ ഒരു കുഞ്ഞുമായി നിന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടത്. നിന്റെ കണ്ടീഷൻ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഡോക്ടർ പോയതും ഞാൻ ആ കുട്ടിയെ അവിടെയെല്ലാം തിരക്കി. പോലീസ് പറഞ്ഞ് അറിഞ്ഞ പ്രകാരം കത്തി അമർന്ന കാറിന്റെ അടുത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ബോഡി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അന്ന് ഇറങ്ങുന്നതിന് മുന്നേ നീ വിളിച്ചപ്പോൾ പറഞ്ഞതിൽ നിന്നും ആ കാറിൽ നിന്നോടും ഗീതുവിനോടുമൊപ്പം ഗൗരിയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ കാണാൻ വന്നത് ഗീതുവോ അല്ലെങ്കിൽ ഗൗരിയോ ആരെങ്കിലും ഒരാളാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കൂടെ കണ്ണനും. ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചു. ആ ഹോസ്പിറ്റലിലും പരിസരത്തും ഓരോ മുക്കും മൂലയും ഞാൻ നോക്കി നടന്നു. പക്ഷേ അവരെ കണ്ടില്ല. ഒരുപാട് അന്വേഷിച്ച് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. നിന്നെ നോർമലാക്കുവാൻ നിന്നെയും കൊണ്ട് ഞങ്ങൾ US പോയി. അപ്പോഴും എന്റെ ഇവിടുത്തെ കണക്ഷൻ വെച്ച് ഞാൻ അവരെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ ഞാൻ കണ്ടത് അന്ന് രാത്രി എന്റെ വണ്ടിക്ക് മുന്നിൽ വന്ന് വീണപ്പോഴാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഗൗരിയായിരുന്നു എന്ന്. ഇന്നും എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് വ്യാസ്. സ്വന്തം ചോരയായ ഗൗരിയെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഗീതു വെറുത്തു തുടങ്ങിയത്? എന്തിനാണ് അവളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയത്? പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം അവളോട് സ്നേഹം തോന്നി അവളെ തിരിച്ചു വിളിച്ചത്? അന്ന് രാത്രി തന്നെ എങ്ങനെയാണ് രാജേന്ദ്രനും വിനായകനും നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധിച്ചത്? ഇതിനൊക്കെ ഉത്തരം തേടിയാണ് പിറ്റേ ദിവസം ഞാൻ അവളുടെ ഫ്ലാറ്റിലേക്ക് ചെന്നത്. എന്നാൽ അവൾ എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒന്നും തന്നെ തന്നില്ല. ഒരു കാര്യം മാത്രം അവൾ പറഞ്ഞു. രാജേന്ദ്രനും വിനായകനും ഇപ്പോഴും അവൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നും നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റണമെന്നും. കണ്ണനെ പറ്റി ഇപ്പോഴൊന്നും പറയണ്ട, അത് നിന്റെ ആരോഗ്യത്തിന് പ്രശ്നമായി തീരുമെന്ന് അവൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും എത്രയും പെട്ടെന്ന് ഞാൻ ഓടി ഒളിച്ചത്, നിന്റെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി. പറഞ്ഞു തീർത്ത് വേദു നോക്കിയത് വ്യാസിനെ ആയിരുന്നു. എല്ലാം കേട്ട് ആകെ ഒരു മരവിച്ച അവസ്ഥയിൽ എത്തിയിരുന്നു ആ സമയം വ്യാസ്. വേദവനെ കയ്യിൽ പിടിച്ചതും വ്യാസ് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഏട്ടാ, എന്റെ മോനെ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി കഷ്ടപ്പെട്ട് അവൾ ഗൗരി എന്റെ മോനെ സ്വന്തം മകനായി വളർത്തുമ്പോൾ ഞാൻ മാത്രം എല്ലാ സൗകര്യങ്ങൾക്കുമിടയിൽ ജീവിച്ചില്ലേ? അവളുടെ ജീവിതം തന്നെ എന്റെ മോന് വേണ്ടി മാറ്റിവെച്ചില്ലേ? എല്ലാം മറന്നുപോയ എന്തൊരു ജന്മമാണ് ഏട്ടാ എന്റേത്. ഇതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെ ആയിരുന്നല്ലോ. അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ വേദു കുഴങ്ങി. ഒപ്പം മറ്റുള്ളവരും. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്ന് ഒരാൾക്ക് കയറി ഗൗരിയെ കാണാമെന്ന് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരെയും തള്ളി മാറ്റി ICUവിനുള്ളിലേക്ക് വ്യാസ് കയറി. അവിടെ മെഷീനുകൾക്കിടയിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ സകല നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞു.